ഹലോ ഗൈസ്, എൻ്റെ പേര് KNXKN. നിങ്ങളോർക്കും ഞാൻ ഒരു എഡിറ്ററല്ലേന്ന്. പക്ഷേ എനിക്ക് ഗെയിമും കളിക്കണമെന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോണത് മൈൻക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് കളിയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ സ്പോണായത് ഇതുപോലത്തെ ഒരു സ്ഥലത്താണ്. ഇവിടെ ഫുഡുണ്ട്, അവിടെ പ്ലെയിൻ സ്വയമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഇച്ചിരി ആദ്യത്തെ ബ്ലോക്ക് നമുക്ക് പൊളിക്കാം. അയ്യോ ഗൈസ്, ഞാൻ അറിയാതെ ക്രിയേറ്റീവ് ഇട്ടു ഗൈസ്. ഞാൻ ഒന്നും കൂടി ഒന്ന് സർവൈവലാക്കിയിട്ട് നമുക്ക് തുടങ്ങാം ഗൈസ്. ഞാനെന്ത് മണ്ടയാണ് ഗൈസ്, ക്രിയേറ്റീവ് ഇട്ടിട്ട് മരം മുറിക്കാൻ വന്നിരിക്കുന്നത്. ഞാനേ വേൾഡ് എടുത്തപ്പോൾ ക്രിയേറ്റീവ് ഇട്ട് പൊട്ടൻ. നമുക്കത് മുറിച്ചെടുക്കാം. അയ്യോ, എനിക്ക് ആരോ വെച്ച് കളിക്കാൻ പാടാണ്. നിങ്ങൾ വീഡിയോ കാണുമല്ലോ, അതുകൊണ്ട് ആണ് നമ്മളിങ്ങനെ മുറിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു അഞ്ചെണ്ണം മതിയാകും. അല്ലെങ്കിൽ നമുക്ക് മൊത്തം മുറിച്ചേക്കാം. ഫ്രൂട്ട്സ് ഫുഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ എത്തിയിരുന്നു ഗൈസ്. ഇവിടെ നിൽക്കണം മോനെ 10 എടുക്കാം. ഓക്കെ, ഉണ്ട്. നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അതിൻ്റെ പേര് ഹൈ പ്രോ മാക്സ് എന്നാണ് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നിങ്ങൾ കാണണം. അവൻ പുതിയ മൈൻക്രാഫ്റ്റ് വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ അവൻ കാരണമാണ് ഞാനതിട്ടത്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് സാധനം കാണിച്ചു തരാം ഗൈസ്. നിങ്ങളത് കണ്ടു ഗൈസ്, പുതിയ കോഴി, ഇതൊക്കെയുള്ള സ്കിന്നുള്ള കോഴിയാണ് ഗൈസ്. പിന്നെ അതേ കറുത്ത ഷീപ്പ്. മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ്. മോനെ നിക്കണം, മോനെ അവിടെ മോനെ എടാ നിക്കണം. ഞാനിത് ആരോ മാറ്റി, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ആരോ മാറ്റിയത് ഇത് കൈയായി. ഇനി കൈ വെച്ച് തൊട്ടാൽ സിമ്പിളാണ്. ഇങ്ങനെ തൊട്ടല്ലേ ആള് വളമായി. നമുക്ക് നേരെ പോവാം. കോഴിപാമ്പൻ ഫയർ പോർട്ടൽ ഗൈസ്, കത്തണ സാധനം. വെയിറ്റ് ഗൈസ്, തംബ്നെയിൽ നമുക്ക് ഇതിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ തീയുള്ള ഈ സാമാനമൊന്ന് ഇത് എൻ്റർ ഫോൾഡർ, റൂയിൻഡ് വാട്ടർ. അതിനകത്ത് നമ്മൾ കത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചെസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഗോൾഡ് ഒരു സാധനം കിട്ടി. പിന്നെ എൻചാൻമെൻ്റുള്ള നല്ല അടിപൊളി ഗോൾഡ് ആർമർ കിട്ടി. സെറ്റ് സാധനമാണ്. പിന്നെ നമുക്ക് രാത്രി ആകാറായി ഗൈസ്. പെട്ടെന്ന് കുറച്ച് പിക്കാക്സ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഒരു കോടാലിയും കൂടി ഇരിക്കട്ടെ. രാത്രിയാണ് ഗൈസ്, രാത്രിയാകുന്നു. പെട്ടെന്ന് ഷീപ്പിനെ കിട്ടിയാൽ തീർക്കാം. നമുക്ക് കിടന്നുറങ്ങുക, എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഡേയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് നീന്തിപ്പോവാം. രാത്രിയായി ഗൈസ്, രാത്രിയായ എന്താണ് ഈ ഒരു മല കഴിയാൻ ചിലപ്പോൾ 2 ഷീപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബെഡുണ്ടാകും. കുഴിയിലോട്ടൊന്നും പോകണ്ടായി. ഓ ഗൈസ്, സീ മാറിയേ. രാത്രിയായി, സീ മാറി, സൂര്യൻ ഉദിച്ച് താഴോട്ട് പോയി. ഒരു കോഴിക്കുട്ടനാണ് ദൂരെ നിന്ന് കണ്ട്. മല കയറിപ്പോയ ഏത് വായിലോട്ടാണ് പോകണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ രാത്രിയിലെ സ്റ്റാറൊക്കെ നമ്മൾ വൈബായിട്ട് കാണും, പക്ഷെ വൈബായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എൻ്റെ മോനെ 2 ഷീപ്പ് ചാവട 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 മോനെ. എന്തുവാ
അങ്ങോട്ട് കൊന്നിട്ട് അത് പെട്ടെന്ന് അല്ലെങ്കിൽ സീമാ. അയ്യോ ക്രീപ്പർ മാമ, ക്രീപ്പർ മാമ പെട്ടെന്ന് ഓ പെട്ടെന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇടട്ടെ. ഒരു ബെഡ് ഉണ്ടാക്കാൻ കിട്ട്. ഓക്കെ ഉറങ്ങ് എടോ. ഗൈസ് നമ്മൾ ഉറങ്ങി ഗൈസ്. നമ്മളപ്പോൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. എണീറ്റപ്പോൾ തന്നെ കണി കണ്ടത് ക്രീപ്പർ മാമനാണ്. അവനെ കൊന്നൊക്കെ പൊട്ട് അത്രയുള്ളൂ. എണീറ്റപ്പോൾ തന്നെ ക്രീപ്പർ മാമനെ കളിയുണ്ട്. പക്ഷെ വേറെ സാധനം കാണിച്ചില്ല ഗൈസ്. നല്ല വൈബ് സാധനമാണ്. അപ്പം നമുക്കിത് അവിടെ പോയി ഉറപ്പായിട്ട് ഡയമണ്ട് കാണും ഗൈസ്. അത്രയ്ക്ക് ആഴം കാണും അതിന്. പിന്നെ അത് ഏറി നിൽക്കണ കുറേ മറ്റേ നിങ്ങൾ കണ്ടല്ലേ തൊട്ട് കാണിച്ചത് അത് അവിടെ ഒരു എൻ്റെ പൊന്നോ ഇവൻ എന്തെങ്കിലും എറിയണ്ട നേരെ. വിച്ചെന്നാണ് എൻ്റെ പേര്. പെണ്ണാണ് ആണാണ് ഇണിക്കണ നീ കണ്ടെങ്കിൽ ഇണിക്കണ നീ ഇങ്ങോട്ട് വാ. ചാകല്ലേ ചത്ത് അവനെയൊക്കെ കൊല്ലണം. അവൻ ചത്ത്. അവൻ്റെ ഡെഡ് ബോഡിയൊക്കെ കിട്ടിയിട്ടുണ്ട്. റെഡ് സോങ് കിട്ടി. പിന്നെ ക്രീപ്പറിനെ കൊല്ലുമ്പോൾ കിട്ടുന്ന സാധനം ഈ പോയിസൺ ഉണ്ടെങ്കിൽ ഞാൻ ചത്തു. എന്തെങ്കിലും കഴിക്കട്ടെ. ഒരു ഹാർട്ട് ചാകമാണ് വൈസ്. കണ്ടില്ലേ വൈസ്. എടാ ഇതെന്തുവാണ് അതേ അമ്പാട്ടിയുടെ എല്ലാമൊക്കെ നമ്മൾ കണ്ടേ. ഒരു പട്ടിനെ കുട്ടിനെ കിട്ടിയ നമുക്ക് അതിനെ എടുത്ത് വളർത്താം നമുക്ക്. പിന്നെ അത് നമ്മൾ നോക്കിക്കോളും. വേറൊന്നും ചെയ്യണ്ട. ഫുഡ് കഴിക്കും. ഇത് കണ്ട ഈ സാധനം അടിയൊന്നും നീ ഇവിടെ കിടക്കും. അതിന് ബെഡ് എൻ്റെ ബെഡ് തൊട്ടിക്കളി വേണ്ട. നമുക്ക് ഇച്ചിരി സ്റ്റോണേജിലോട്ട് നമുക്ക് പോവാം. ഇനി നമ്മൾ സ്റ്റോണേജ് ആകാൻ പോവാണ്. ഞാൻ സൈനും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് കൂട്ടുകാരായിട്ടൊക്കെ കളിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഒരു യൂട്യൂബ് ഹയാൻ പ്രോ മാക്സ് എന്നൊരു യൂട്യൂബർ. അവൻ്റെ കൂട്ടത്തൊക്കെ നമുക്ക് കളിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് സമയമില്ല. നമുക്ക് സിംഗിൾ പ്ലെയർ ലെറ്റ്സ് പ്ലേ ആണിത്. KNXKN നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. എന്തുവാ ഇത് ഒരു ഊട്ടയാണ്. ഇത് അപ്പുറത്തോട്ട് പോകണ ഒരു ഊട്ടം. പിന്നെ സ്കൈ ബ്ലോക്ക്. അവിടെ ഫുഡ് കഴിക്കട്ടെ. അവിടെ എൻ്റെ ഫുഡ് തീർന്നടാ. നമ്മളൊരു പന്നിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ. പന്നിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഫുഡില്ലാതെ അലഞ്ഞ് നടക്കണം. എന്തുവാണ് ഒരു വില്ലേജ് കിട്ടിയെങ്കിൽ സന്തോഷമായത്. എടോ ഒരുത്തന്നെ പോലെ ഇവിടെ എൻ്റെ പൊന്നത് എന്ത് കഴിക്കാനാണ്? റെസ്റ്റോറൻറ്റ് കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാത്ത ചന്ദനാ ഇത്? എന്നാത്ത ചന്ദനോ? നമ്മളും പെട്ടി ഇതൊക്കെ എടുത്ത് പന്നി വെച്ചില്ല നമ്മളായിട്ട്. നമുക്ക് താഴത്തോട്ട് പോയി നോക്കാം. അപ്പുറത്തോട്ട് അവിടെ പോയാൽ നമ്മൾ വന്ന വഴി മറക്കല്ലെന്ന് അറിയത്തില്ല. അതാണ് ഒരു പിന്നെ ഇത് കിട്ടി. ഇച്ചിരി ബോൺ കിട്ടി. താഴെ കിടന്ന് നല്ല പൊരിച്ച ചിക്കൻ തിന്നാൻ കഴിച്ചു. പൊരിക്കാത്ത ചിക്കൻ, പച്ച ചിക്കനൊക്കെയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് സ്റ്റീവ് കഴിക്കുന്നത്. അതാണ് അവനിഷ്ടം. എന്ത് ചെയ്യാനാ, അവൻ അതേ കഴിക്കും. അതേ അവിടെ അമ്മിണിക്കുട്ടീനെ നമ്മൾ കണ്ടു. അമ്മിണിക്കുട്ടി ഇതേ അവിടെ ഉണ്ട്. 2 അമ്മിണിക്കുട്ടി. മോളെ അമ്മിണിക്കുട്ടി ഞാൻ വരാം. പരിപ്പടം ചെയ്യാൻ തരാം നിനക്ക്.
ഇതാരാ? ബാബു ചേട്ടൻ. എന്നാ ബാബു ചേട്ടൻ ചത്തു. ഹാ, ബാബു ചേട്ടൻ ദേ കിടക്കണ്. ബാബു ചേട്ടൻ്റെ കൈസ് 10 മിനിറ്റ് കൈസ് നോക്കട്ടെ. നോക്കൂ, നിങ്ങൾ ദൂരെ കാണുന്നുണ്ടോ? അതാണ് വില്ലേജ്. ഒക്കെ നൈസായിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ഓസാം. അതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന സാധനം. വില്ലേജിൽ പോകുക, ഓസുക. ഏതാ? മൈ നെയിം ഈസ് അയ്യോ അവിടെ ഒരു വില്ലേജർ. അവിടെ വില്ലേജർ എടുത്തില്ല, വാഴത്തോട്ട് ഓടിപ്പോയി. അവ സോംബി വില്ലേജറാവും. എനിക്കാണ് ഈ വില്ലേജ് സോംബി വില്ലേജറാണോ? സോംബി വില്ലേജാണോ ഇത്? അല്ല നല്ല നല്ല വൈബ് വില്ലേജ്. വില്ലേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ വേണം. കാരണം എനിക്ക് കുറേ ഓസാനുള്ളതാണ്. ഇനി ഇവിടെ നിന്ന് ഹെയ്ബേൽ എടുക്കണം. അതാണ് മെയിൻ പരിപാടി. നേരെ ഉണ്ട് 100 ആയിസ്. എൻ്റെ മോനെ അതുപോലെ താഴത്ത് വീണ ഞാൻ ചത്തു. പതുക്കെ സൈഡിൽ കൊടുത്ത് പതുക്കെ പോയാൽ പതുക്കെ നമുക്ക് എത്താണ്. പിന്നെ ഇതെല്ലാം പറിച്ചെടുക്കാം. കത്തി വെച്ച് കുടിക്കുന്നതാണ് തടി വെച്ച് കുടിക്കുന്നത്. ഞാൻ കത്തി വെച്ച് കുടിക്കുന്നത്. പക്ഷെ എൻ്റെ അടിപൊളി ഗോൾഡൻ ആക്സ് പൊട്ടിപ്പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് വിളിക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഇത്. ഇത് ഇനി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിള് ഇവിടെ വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഇതെടുത്ത് ഇവിടെ വെക്കണം. ഇത് കുറേ ഉണ്ടാക്കാം. ഇങ്ങനെ നക്കി കുത്തിപ്പിടിക്കാം. ഓ കള്ളത്തുമ്പാടി മോൻ. എടാ ഇതിവിടെ വെക്ക്. ഇനി നമുക്ക് ബ്രെഡ് ഉണ്ടാക്കണമല്ലോ. അതെ, ബ്രെഡിന് വേണ്ടിയാണ് വീറ്റ്. ഓ അൺലിമിറ്റഡ് ഫുഡ് സോഴ്സ് ഗൈസ്. ഇനി എന്നാൽ ഇവിടെ ബ്രെഡ് എങ്ങാനും തീർന്ന് നമുക്ക് നൈസായിട്ട് വന്ന് ഓസാം ഗൈസ്. അത്രേ ഉള്ളു. നമുക്ക് നൈസായിട്ട് വന്ന് ഓസാം. ഫുഡില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെന്നെടുക്കട്ടെ. ഇതെന്താ ഗൈസ് നെക്കിട്ട് വരാത്ത? നെക്കി പിടിച്ച നേരത്തെ വരുമായിരുന്നു, ഇപ്പോൾ വരത്തില്ല. പുതിയ അപ്ഡേറ്റ് വന്നപ്പോളേ ഒരു നെക്കിന് തന്നെ മൊത്തം വരും. ഇത് വരത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്നാലും നമുക്ക് ചെയ്യാതെ. ഓക്കെ, ഫിനിഷ്. ഓൾ ഫിനിഷ്. 48 ഫുഡ് അടിക്കാം. ആഹാ, വയറ് വരെ നിറഞ്ഞ ഒച്ച കേട്ട്. ഇനി ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു ആർമറോ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇതെന്ത് വേണം? സ്മോക്കർ. അവിടെ ഒരു റിവ്യൂ ഞാൻ കണ്ട്. അത് ലേക്കാണെന്ന് തോന്നും. ജലം, വാട്ടർ, ജെൽ, ചെസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെസ്റ്റിനകത്ത് ആഹാ, നല്ല അടിപൊളി ഉടുപ്പ്. ബ്രെഡ് കിട്ടി, അത് മതി. അതെങ്കിൽ അതുവരെ നമ്മൾ ഓസും. വില്ലേജറിൻ്റെ ജട്ടി വരെ നമ്മൾ ഓസും. അത്രേ ഉള്ളു. അവന്മാരുടെ ഹീറോ ചട്ടിയായിരിക്കും. എന്താണ് ഞാൻ പറയുന്നത്? ഓക്കെ, നമുക്ക് ഇനി ഒരു കാവിലോട്ട് പോകാം. ഏത് കാവ്? ആ കാവല്ല, കേവിലോട്ട് നമുക്ക് പോകാം. റീസ്പോൺ പോയിന്റ് എങ്ങാനും വെട്ടാം. ഞാൻ പടമായാൽ പിന്നെ തിരിച്ചു വരാൻ ഇത്തിരി പാടാണ്. അപ്പം നമുക്ക് ബ്രെഡും കഴിച്ചോണ്ട് അങ്ങോട്ട് നടന്നു. ചെറിയ വില്ലേജറുടെ മോനെ, നീ എന്താ വീടിൻ്റെ മോളിൽ കിടന്ന് കളിക്കുന്ന? അവിടേക്കാ കൂട്ടുകാരൊന്നുമില്ല നിനക്ക്? വേണ്ട, കൂട്ടുകാരൊന്നും നിനക്ക് വേണ്ട. നീ അലമ്പും. നീ വടക്കാണെന്ന് എനിക്കറിയാടാ. നെറ്റ് അയൺ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അത് നമ്മൾ നേരെ കണ്ട റിവ്യൂവിൻ്റെ നമുക്ക് പോവാം. ആ റിവ്യൂവിൽ പോയാൽ അവിടെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിനു മുമ്പ് നമുക്ക് സ്റ്റോണേജിലോട്ട് പോകാം ഗൈസ്.
അത് ഞാൻ മറന്നുപോയി. ഇത് ഇച്ചിരി എടുത്ത് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. പിക്കാക്സ് മാത്രം മതി. പിക്കാക്സ് ഇപ്പോൾ മതിയാകും. പിന്നെ എൻ്റെ സോഡ് പൊട്ടാറായി. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വച്ചേക്കാം. ഇത് കൊള്ളത്തില്ലെന്ന് തന്നെ അവിടെ ഇട്ടേക്കാം. പശുവിന് കൊടുത്തിട്ടുണ്ട്. പശുവിനല്ല, ഷീപ്പിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ആക്സ്. ഓക്കെ, അപ്പോൾ രാത്രി ആകാറായി. പുറത്തക്കാവിലമ്മ പുടത്തുടത്തേടി വന്നമ്മ കുടിയിരുന്നമ്മ കുഞ്ഞിളമ്മ അമ്മ നാരായണ നാരായണ. രാത്രിയായി ഗൈസ്. നമ്മളെ മോളോട്ട് പോയി ഗൈസ്. സെറ്റപ്പ് മല വൈബ് സാധനം കഴിച്ചു ഇവിടെ. പക്ഷെ ഇവിടെ മരമൊന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ട്രീ ഫാം നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. മരം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ട്രീ ഫാം ഉണ്ടാക്കാം. ഓക്കെ, മൂന്നാമത്തെ ദിവസം എണീക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം ഒരു ബെഡ് ഊരിയിട്ട് നമുക്ക് ബെഡ് പൊട്ടിച്ചിട്ട് നമുക്കിത് എന്തുകൂടെ സ്വിമ്മിംഗ് പൂളൊക്കെ കയറുന്ന വഴി കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ഉപ്പന്മാരൊക്കെ കയറണം. അവിടെ ബെഡില്ല. അപ്പുറത്തോട്ട് ആ പൂച്ചക്കുട്ടി ഉറങ്ങിയില്ലേ? അയ്യോടോ പൂച്ചക്കുഞ്ഞ്. എടോ ക്യൂട്ട് സാധനം, കൂട്ടു സാധനം. എന്നിട്ട് ബെഡുണ്ടോ? ആ ബെഡുണ്ട്. മിയാവോ. വൈൻഡപ്പ് ആകാറ സമയമൊക്കെ ആയി. ഒരയൺ കിട്ടിയ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. പെട്ടെന്ന് നമുക്ക് ഒരു അയൺ കണ്ടെത്തിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഈ വീഡിയോ. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഫുൾ അയൺ ആർമർ എടുക്കണമെന്നാണ് എൻ്റെ നിഗമനം. കിട്ടിയ അടിപൊളിയായിരിക്കും. കാരണം ഒരു വലിയ റിവ്യൂനാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. അപ്പം അവിടെ പോയാൽ കുറേ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറെ ഇവിടെ പോകണ്ട. നമുക്ക് റിവ്യൂവിൽ പോയാൽ ഓക്കെ. അയ്യോ നമ്മൾ ഡാർക്ക് എൻ്റെ പൊന്നോ. വായിക്കായിട്ട് ഇല്ല. ആഹാ കണ്ടാ? ഇങ്ങോട്ട് വാടാ കരാട്ട കാണിച്ചുതരാം. കൂട്ടി അത്രയേ ഉള്ളൂ. സോംബി അവിടെ ഒരടിക്കാനുള്ള പാവം വാവച്ചി. എന്നാലും വന്നല്ലേ നമുക്ക്. എടാ സോംബി രണ്ടെണ്ണോ? എൻ്റെ കൂട്ടുകാരന്മാരാണെന്ന് തോന്നുന്നു. എന്നാ പിടിച്ചോ. ഇനിയെങ്കിലും ഒന്ന് കോളൊന്ന് വെട്ടിക്കോട്ടെ. ഇച്ചിരി വെട്ടല്ല, മൈൻഡ് ചെയ്യട്ടെ. പച്ച പാരിഷ്കാരി, പച്ച മലയാളി, വിഷം മുതലാളി, മദ്യം മദിരശി, വയ്യെടുത്താൽ വയ്യാടി. പിന്നെ നിങ്ങൾ എൻ്റെ എഡിറ്റൊക്കെ കണ്ടിട്ടുണ്ടോ ഗൈസ്? നല്ല സെറ്റപ്പ് എഡിറ്റൊക്കെയാണ്. കാരണം എനിക്ക് ക്യാപ് കട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് എഡിറ്റ് ചെയ്യാതെ. കിട്ടി ഗൈസ്, അയൺ കിട്ടി. ഇത്രയേ ഉള്ളൂ ഗൈസ്. അയൺ കിട്ടി. നമുക്ക് വൈൻഡപ്പൊക്കെ ആകാറായി. അയൺ വെച്ച് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഗൈസ് നമുക്ക് ഇച്ചിരി എക്സ്പ്ലോർ ചെയ്യാം. ഇതിനു മുമ്പേ നമുക്ക് ടോർച്ച് വേണം. ടോർച്ച് വരട്ടെ. ആഹാ ചാകടാ മോനെ. ഓക്കെ, ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് 8 ടോർച്ച് കൊണ്ട് നമ്മൾ പറ്റുന്ന മുമ്പ് വന്നിട്ട് നമ്മൾ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യം ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ഇവിടെ പോയിട്ട് ഇവിടെ എത്തും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ റിവ്യൂവിലൊക്കെ കയറാം. ഇപ്പം നമുക്ക് ആദ്യം ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. എൻ്റെ പുറകിൽ അതൊക്കെ ഉണ്ട്, ആ സാമാനങ്ങളൊക്കെ ഉണ്ട്. അയ്യോ അമ്പാട്ടി, എടാ കള്ള അമ്പാട്ടി മോനെ, എടാ കള്ള അമ്പാട്ടി.
അയ്യോ എല്ലാം ഉണ്ടോ ചത്ത് പക്ഷെ കുഴപ്പമില്ല, എൻ്റെ കീപ്പിങ് ഇട്ടുകൊണ്ട് രക്ഷപ്പെടുത്ത്. അപ്പോൾ അയങ്കോലത്തിനെ കൊല്ലണം, വേണ്ട, ഫ്രീ ആയം കിട്ടും പക്ഷെ വേണ്ട. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പേര് KNXK ലെറ്റ്സ് പ്ലേ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കാൻ മറക്കല്ല്, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ നിർത്താൻ പോകുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, പീസ്.